കമ്മ്യൂണിറ്റി റൗണ്ട് അപ്പ്. അമേരിക്കയിലേക്ക് എത്തുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന. ഈ വർഷം ഇതുവരെ വിദേശ സന്ദർശകർ അമേരിക്കയിൽ ചെലവഴിച്ചത് $21 ബില്യൺ കവിയും എന്നാണ് കണക്കുകൾ. വിസ നിയമങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയെങ്കിലും വിദേശ സന്ദർശകരുടെ എണ്ണത്തിൽ 6% വർധന ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂയോർക്ക്, ഫ്ലോറിഡയിലെ ഡിസ്നി, കാലിഫോർണിയ എന്നീ സ്ഥലങ്ങളാണ് വിദേശ ടൂറിസ്റ്റുകൾക്ക് ഏറെ പ്രിയം. ചൈനയിൽ നിന്നാണ് ഏറ്റവുമധികം സന്ദർശകർ എത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ചൈനീസ് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ 12% വർധനവ് ഉണ്ട്. 2014 ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട മലയാളി വിദ്യാർത്ഥി പ്രവീൺ വർഗീസിന്റെ കേസിൽ വഴിത്തിരിവ്. സംഭവവുമായി ബന്ധപ്പെട്ട് 22-കാരനായ ഗെയ്ജ് ബെത്തൂണിനെ പ്രതിയാക്കാൻ ഗ്രാൻഡ് ജൂറി തീരുമാനിച്ചു. മാരകമായ ആക്രമണം, മോഷണം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രവീണിന്റെ അമ്മ ലവ്ലി വർഗീസും സുഹൃത്തായ മോണിക്ക സുക്കാസിന്റെയും നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിലാണ് കേസ് വീണ്ടും അമേരിക്കൻ പോലീസ് ഊർജിതമായി അന്വേഷിച്ചു തുടങ്ങിയത്. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശ്രമങ്ങളും റാലികളും അന്വേഷണം ഊർജിതപ്പെടുത്താൻ സഹായകരമായി. 2015 ഫെബ്രുവരിയിൽ ജാക്സൺ കൗണ്ടി സ്റ്റേറ്റ്സ് അറ്റോർണി മൈക്കിൾ കാർ എവിഡൻസ് ഒന്നുമില്ല, ക്രിമിനലി ആരെയും ചാർജ് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ കമ്മ്യൂണിറ്റി ആയിട്ടുണ്ടാക്കിയ നോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് അയാൾ റിക്യൂസ് ചെയ്തിട്ട് ജഡ്ജ് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കേസിൽ അപ്പോയിൻ്റ് ചെയ്തിരുന്നു. ഡേവിഡ് റോബിൻസൺ എന്ന് പറയുന്ന ഒരാളാണ്. ആ ആൾ കേസ് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോലീസ് റെക്കോർഡ്സ് എല്ലാം ഒത്തിരി പ്രാവശ്യം ആവശ്യപ്പെട്ടതിനനുസരിച്ച് തന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ DNA, FBI ഒക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളിലും തീരുമാനമായിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൻട്രി ഓഫ് അപ്പിയറൻസ് ഫയൽ ചെയ്തു കോർട്ടിൽ. അത് കഴിഞ്ഞ് പല പ്രാവശ്യം ഗ്രാൻഡ് ജൂറി കൂടി. കഴിഞ്ഞ വ്യാഴാഴ്ച ജൂലൈ 13 ഗ്രാൻഡ് ജൂറിയുടെ തീരുമാനം അനുസരിച്ച് ഗേജ് ബെത്തൂണിനെ 2 കൗണ്ട് ഫസ്റ്റ് ഡിഗ്രി മർഡറിന് ചാർജ് ചെയ്തു. പ്രവീണിൻ്റെ മരണത്തിൽ 1 അഗ്രവേറ്റഡ് ബാറ്ററി, 1 റോബറി, അങ്ങനെ 2 ചാർജസാണ്. ഇനിയിപ്പം അടുത്ത ചൊവ്വാഴ്ച ഒരു ബോണ്ട് ഹിയറിംഗ് ഉണ്ട്. $1 മില്യൺ ബോണ്ടിലായിരുന്നു ഇട്ടിരുന്നത്. അത് പിറ്റേ ദിവസം തന്നെ $100,000 കൊടുത്ത് ആൾ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത ചൊവ്വാഴ്ച കോർട്ട് ഹിയറിങ്ങിന് വരും. അപ്പോൾ ഞങ്ങളൊന്ന് കാണാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്യും. അതെന്നാണെന്നുള്ള ഡേറ്റ് നമുക്ക് തീരുമാനമായിട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിധി വന്നതിൽ മനസ്സിന് വളരെ സന്തോഷമുണ്ട്. കുഞ്ഞിൻ്റെ പേര് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. അവൻ്റെ മരണത്തിന് അവനല്ല ഉത്തരവാദി എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഇത്രയും നാൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ നല്ല ആളുകൾക്കും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. ഏഷ്യാനെറ്റിന് പ്രത്യേകിച്ച് നന്ദി. പ്രവീൺ കേസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷത്തിന് ശേഷം ഒരു കൺവീനർ എന്ന നിലയിൽ വളരെ സന്തോഷമുള്ള ഒരവസരമാണ് ഇന്ന്. കാരണം വളരെ ഹാർഡ് വർക്ക് കമ്മ്യൂണിറ്റി, ഷിക്കാഗോയിലുള്ള മലയാളി സമൂഹം വളരെ ഹാർഡ് വർക്ക് ചെയ്തു. ലവ്ലി മാത്യുവിൻ്റെ പുറകിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് വളരെ പ്രൊട്ടസ്റ്റ്, പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കണ്ടു. പക്ഷേങ്കിൽ ഇപ്പോഴാണ് ഒരു നിയമത്തിൻ്റെ ഒരു ജസ്റ്റിസ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രവീൺ ആക്ഷൻ കൗൺസിലിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. വളരെ വിഷമിച്ചു. കമ്മ്യൂണിറ്റി മുഴുവൻ നമ്മുടെ കൂടെ ഒന്നായിട്ട് നിന്നു. ഞാനും ഗ്ലാഡ്സൺ വർഗീസും അടങ്ങുന്ന കൺവീനേഴ്സ് അടങ്ങുന്ന ഒരു വലിയ കമ്മിറ്റി ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്ത് വേണ്ട സപ്പോർട്ട് മുഴുവൻ വർഗീസ് ഫാമിലിക്ക് വേണ്ടി കൊടുത്തു. ഏതായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ കുറ്റവാളിയെ കണ്ടുപിടിക്കുകയും ആരാണ് പ്രവീണിനെ വധിച്ചതെന്ന് മനസ്സിലാക്കുകയും ആളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെയെല്ലാം അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് വർഗീസ് കുടുംബം വളരെ സന്തോഷത്തിലാണ്. കാരണം അവരുടെ കുഞ്ഞ് നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു. പ്രവീൺ വർഗീസിൻ്റെ കേസ് ഇന്നൊരു വലിയൊരു വഴിത്തിരിവിലാണ്. ഒരു സമയത്ത് ഇത് പൂർണ്ണമായും തേഞ്ഞുമാഞ്ഞു പോകും എന്നിരിക്കെ ഇന്ന് അത്
കേസ് മുൻനിരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അടുത്തിടയിൽ പുതിയതായിട്ട് വന്ന സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ കുറ്റവാളിയെ കണ്ടുപിടിക്കുകയും കുറ്റം ആരോപിക്കുകയും അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. കഴിഞ്ഞ 3 വർഷക്കാലമായി അമേരിക്കൻ മലയാളി സമൂഹം ഒന്നടങ്കം ഈ കേസിൻ്റെ പിന്നിലുണ്ട്. പ്രവീൺ വർഗീസിൻ്റെ കുടുംബത്തിനെ സഹായിക്കാനും അവർക്ക് എല്ലാവിധമായ മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും മലയാളി സമൂഹത്തിൻ്റെ വലിയൊരു നിര തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കേസ് ഈ നിലയിലേക്ക് എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും കുറ്റവാളി ശിക്ഷിക്കപ്പെടും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. US റൗണ്ടപ്പിന് ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. Are you looking for cheap flights? Or planning a dream vacation? Log on to Bookotrip, type in your destination, your travel date. Bookotrip shows you more than 700 airlines and allows you to choose your favorite holiday package from the Caribbean cruises to the Alps. Or speak to our experts. Call 972-456-9999 to get exclusive deals. Oh, great, my coffee's still hot. That's all it takes. So, where are you traveling next? Travel for less? Bookotrip.com. സാൻ ഫ്രാൻസിസ്കോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബേ മലയാളിയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 10 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. ഫ്രീമോണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ഓഗസ്റ്റിലായിരിക്കും. ആദ്യ മത്സരത്തിൽ റിയൽ ക്ലബും ബേ ഏരിയ ഫുട്ബോൾ ക്ലബും ഏറ്റുമുട്ടി. സെയിന്റ് തോമസ് സീറോ മലബാർ സഭയുടെ ബെൽവുഡ് സീറോ മലബാർ കത്തീഡ്രലിന്റെ 10ാം വാർഷികം വിവിധ പരിപാടികളോടെ ഷിക്കാഗോയിൽ നടന്നു. ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട്, ബിഷപ്പ് മാർ ജോസഫ് അരുമച്ചാടത്ത്, റെവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, റെവറൻഡ് ഫാദർ തോമസ് മുളവനാൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കർമ്മങ്ങൾ നടന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ഈ തിരുനാൾ ഒരു വിജയകരമായി നടത്താൻ സാധിച്ചത് പിതാക്കന്മാരുടെ പ്രാർത്ഥനയും വളരെയധികം വ്യക്തികളുടെ കൂട്ടായ്മയുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. The way they celebrated the feast of St. Thomas was really very enlightening and encouraging. മതപരവും സാംസ്കാരികവും ആത്മീയവും കലാപരവുമായ വൈവിധ്യമാർന്ന കർമ്മ പരിപാടികളുടെ ഒരു സങ്കലനമാണ് ഈ ദുഗ്രാന തിരുനാൾ 10 ദിവസം ഇവിടെ നടത്തുന്നത്. സീറോ മലബാർ നൈറ്റ്, പ്രസൻറ്റ് നൈറ്റ് എന്നീ 2 രാത്രികളിലായിട്ട് ഈ ഇടവകയിലെ വലുതും ചെറുതുമായ കലാകാരന്മാരും കലാകാരികളും വേദികളിൽ ഒന്നിച്ചു ചേർന്നും ഒറ്റയ്ക്കായിട്ടും വിവിധങ്ങളായ കലാപ്രതിഭകൾ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇതിന് നേതൃത്വം നൽകിയ ഈ ഇടവകയിലെ ഒരു വാർഡായ സെൻറ്റ് ജോൺസ് വാർഡിലെ എല്ലാ കുടുംബങ്ങളോടുള്ള നന്ദി പ്രത്യേകം അനുസ്മരിക്കുന്നു. മാത്തോമാസികയുടെ ദൂറാന തിരുനാൾ ഒരിക്കൽ കൂടി ഏവർക്കും ആശംസിക്കുന്നു. മാ ജെ.കെ. ബംഗാടി, ചിക്കാഗോ സെൻറ്റ് തോമസ് സീറോ രൂപതയുടെ മെത്രാൻ. ഒരിടവേള കൂടി. Are you looking for cheap flights? Or planning a dream vacation? Log on to Booktrip, type in your destination, your travel date. Booktrip shows you more than 700 airlines and allows you to choose your favorite holiday package from the Caribbean cruises to the Alps. Or speak to our experts. Call 972-456-9999 to get exclusive deals. Oh, great, my coffee's still hot. That's all it takes. So, where are you traveling next? Travel for less? Booktrip.com. കേരള അസോസിയേഷനും ന്യൂജേഴ്സി സെപ്റ്റംബർ 16 നടത്തുന്ന ഓണാഘോഷത്തിൻ്റെ കിക്ക് ഓഫ് ന്യൂജേഴ്സിയിൽ നടന്നു. സെപ്റ്റംബർ 16 ശനിയാഴ്ച ന്യൂജേഴ്സി ഈസ്റ്റ് ബ്രൺസ്വിക്ക് ജോവാൻ മെജിസ്ട്രോ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിൽ വെച്ചാണ് ഓണാഘോഷം നടക്കുക. ഇതിൻ്റെ ഔദ്യോഗിക ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം എരിസൺ ഹോട്ടൽ ലൈബ്രറിയിൽ വെച്ച് നടന്നു. ചടങ്ങിൽ പ്രസിഡന്റ് സ്വപ്ന രാജേഷിന്റെ പക്കൽ നിന്നും ആദ്യ ടിക്കറ്റ് ഏറ്റുവാങ്ങിക്കൊണ്ട് ദിലീപ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അജിത് കുമാർ ഹരിഹരൻ, ജനറൽ സെക്രട്ടറി ജെയിംസ് ജോർജ്, ജോയിന്റ് സെക്രട്ടറി നീന എസ് ഫിലിപ്പ്, ട്രഷറർ എബ്രഹാം ജോർജ്, ജോയിന്റ് ട്രഷറർ സണ്ണി വാലിപ്ലാക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി ടിക്കറ്റ് വിൽപ്പന കിക്ക് ഓഫിൽ പങ്കെടുത്തു. താര ആർട്സ് അവതരിപ്പിക്കുന്ന ഷോ 2017 എന്ന ഡാൻസ് മ്യൂസിക് കോമഡി പരിപാടി ഓണാഘോഷ ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിനീത്, ലക്ഷ്മി ഗോപാലസ്വാമി, സുബി, വിവേകാനന്ദ് തുടങ്ങിയ ഒരു താരനിര തന്നെ ഓണാഘോഷ പരിപാടികളിൽ പങ്കുചേരും. This is a wonderful opportunity for us to get to know everyone and those well-wishers who have been supporting for the past so many years. We have been, you counted, your blessings were always with us, we know that. And we thank you from the bottom of our committee members for coming and making this a grand success. We want everyone to be there. എല്ലാവരും കാഞ്ചൻ്റെ ഇക്കൊല്ലത്തെ ഓണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. It's on September 16, 2017 in Joanne Maestro Performing Arts Center in East Brunswick. കാഞ്ചൻ്റെ ഓണം എല്ലാ തവണയും പോലെ ഇപ്രാവശ്യം ഒരു ഉത്സവമായി മാറ്റാൻ നിങ്ങളേവരെയും ക്ഷണിക്കുന്നു. We have one of the biggest Onams in North America, as you say, the mother of all Onams. And please join us and have one of the wonderful Onams you can ever have. And the tickets are available at kanch.org. ഞാൻ ഈ സമയത്ത് നിങ്ങളെല്ലാവരെയും കാഞ്ചിൻ്റെ 2017 ഓണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ വിഭവസമൃദ്ധമായ സദ്യയോടൊപ്പം താര ആർട്സിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ലെഡ് ബൈ Vineet and Rashmi Gopalaswamy team. So we are expecting all of you to be the part of the whole, the biggest Onam in North America. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നമ്മളൊരു 1500 ഓഡിയൻസിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. So we need your presence and we need your blessings. US വീക്ക്ലി റൗണ്ടപ്പിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.